സദസ്സിന് നമസ്കാരം. ഇന്ന് ജൂലൈ 3 ദുഃഖ്രാന തിരുനാൾ. ഇന്ത്യയിൽ ക്രിസ്തു രാജ്യം പടർത്തുയർത്തുവാൻ ഒരു വലിയ ഉപകരണമായി തീർന്ന അപ്പസ്തോലനാണ് തോമസ്. ഒരിക്കൽ തന്റെ സംശയങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഭാരതത്തിലെ ഒരു ചെറിയ അച്ചകണത്തെ പരിശുദ്ധാത്മാവ് അഗ്നിയാൽ ജ്വലിപ്പിച്ച് ലോകത്തെ മുഴുവൻ ക്രിസ്തുവിൻ്റെതാക്കുവാൻ ശ്രമിച്ച അപ്പസ്തോല പ്രമുഖനാണ് തോമസ്. മൗനം മരവിച്ചു നിന്ന നിമിഷങ്ങൾ. സംഗീതരായ ശിഷ്യന്മാർ 12 പേരും പരസ്പരം നോക്കി. ഗുരുമൊഴികളിലെ വൈരുദ്ധ്യം അവരെ വല്ലാതെ വിസ്മയിപ്പിച്ചു. യൂദയായിലേക്ക് വീണ്ടും പോവുകയാണ്. അവിടുന്ന് അവിവേകമല്ലേ പറയുന്നത്? ആ പ്രദേശത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ അവരുടെ അന്തരംഗങ്ങളിൽ നിന്നും പേടിയുടെ ഇടിവെട്ടി. ഞൊടിയിടയിൽ ഞടുക്കുന്ന ഒരു പിടി ഓർമ്മകൾ മുന്നിലോടെ മിന്നിമറിഞ്ഞു. ആദ്യ പിതാവായ അബ്രാഹത്തിന് മുൻപ് താൻ ഉണ്ടായിരുന്നുവെന്നും താതനായ ദൈവവും താനും ഒന്നാണെന്നും ഒക്കെയുള്ള ഗുരുവചസ്സുകൾ ശ്രവിക്കവേ കുപിതരായ ആ ദേശവാസികൾ 2 തവണയാണ് കൂർത്ത കൽച്ചീളകളുമായി തങ്ങളെ എറിഞ്ഞു കൊല്ലുവാനെത്തിയത്. ഭീതിജനകമായ ഭൂതകാല സ്മരണകളിൽ നിന്നും തിരിച്ചെത്തിയപ്പോഴേക്കും തെല്ലകലെ ഏകനായി നടക്കുന്ന തങ്ങളുടെ ഗുരുവിനെയാണ് അവർ കണ്ടത്. അവൻ ഭയരഹിതനായി യാത്ര ചെയ്യുകയായിരുന്നു. യൂദയായിലേക്ക് അവന് പാലിക്കുവാൻ പ്രതിജ്ഞകളും പ്രാവർത്തികമാക്കുവാൻ ദൗത്യങ്ങളുമുണ്ട്. പോകരുത് എന്ന് വിളിച്ചു പറയുവാൻ അപ്പോൾ ആരുടെയും നാവുണർന്നില്ല. എന്നാൽ കൂട്ടത്തിൽ അല്പമെങ്കിലും ധീരനായിരുന്ന ദിദിമോസിന് മനസ്സാക്ഷിയുടെ മർമ്മരമുണ്ടായി. അരുത്, ഗുരുവിനെ തനിച്ചയക്കരുത്. കൂടെ പോകുവാൻ കെൽപ്പില്ലെങ്കിൽ പിന്നെ എന്തിന് കൂട്ടാളിയായി? മരിക്കുവാൻ മടിയാണെങ്കിൽ മൃത്യം വരിക്കുവാൻ മഞ്ഞിൽ അണഞ്ഞവനെ മാറോടണയ്ക്കണമായിരുന്നു. ഉത്തരങ്ങൾക്കായി കാത്തു നിൽക്കാതെ നിശബ്ദരായി നിന്ന സഹചാരികളെ നോക്കി തോമസ് പറഞ്ഞു, വരുവീൻ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. പിന്നെ വൈകിയില്ല. അകന്നു പോയ ആത്മനാഥിന്റെ ചരണമുദ്രകളിലൂടെ ശങ്കുറപ്പോടെ അയാൾ നടന്നു ആ കരുണാമയന്റെ കരം പിടിക്കാൻ. അതെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഉത്ഥാനത്തിനു ശേഷം ഈശോ ശിഷ്യന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. താങ്കൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് ശാഠ്യ പിടിച്ചവന്റെ മുന്നിൽ ഉത്തിതൻ പ്രത്യക്ഷനായപ്പോൾ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഉത്തിതനുള്ള വിശ്വാസം തുറന്ന് പ്രഖ്യാപിച്ചു. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുമെന്ന ഗുരുവിന്റെ അവസാന മൊഴികളും നെഞ്ചിലേറ്റി ശ്രീഹാൻ നടന്നു. പിന്നെ വൈകിയില്ല. ദുസ്സഹമായ ആ യാത്രയിൽ നമ്മുടെ പിതാവ് നാട്ടി ക്രിസ്തുവിന്റെ മരക്കുരിശ്. ഗുരുവിനെ പോലെ തടിക്കുരിശിൽ പാർശ്വം പിളർക്കപ്പെട്ട് പ്രാണൻ വെടിയുവാനുള്ള വരം ലഭിച്ചില്ലെങ്കിലും മുതുകിൽ തുളച്ചു കയറിയ കുന്തമുനയേറ്റ് തന്റെ കർത്താവും ദൈവവുമായി നസ്രായിന് വേണ്ടി നിണസാക്ഷിയായ ആ ചെറിയ മുക്കുവൻ കരകളഞ്ഞ ക്രിസ്തു ശിക്ഷിത്വത്തിന്റെ കാതലായ കാര്യങ്ങൾ തന്റെ ദൃഢവിശ്വാസത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. ആയതിനാൽ കരയും കടലും കടന്നു വന്ന് ഭാരത മക്കളിൽ വിശ്വാസത്തിന്റെ ദീപശിഖ കത്തിച്ച് ക്രിസ്തുവിനായി മുറിവേൽക്കുവാൻ, അവിടത്തേക്കായി ഭാരം ചുമക്കുവാൻ, അവനായി നിലകൊള്ളുവാൻ നമ്മെ പഠിപ്പിച്ച വിശുദ്ധ തോമസ് ശ്ലീഹായോട് ചേർന്ന് നമ്മുടെയൊക്കെ ഉലയുന്ന ഹൃദയത്തെ ക്രിസ്തു കരുത്തിലേൽപ്പിക്കാം. വിശ്വാസ സത്യം സംശയമെന്നെ ഉറക്കെ പ്രഖ്യാപിച്ച് തന്റെ പ്രേക്ഷിത യാത്ര അവസാനിപ്പിച്ച ശ്ലീഹായെ പോലെ നമുക്കും ഏറ്റു പറയാം, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന്. നന്ദി, നമസ്കാരം. ജയ് മിഷലി.